നക്ഷത്രക്കാർ പൊതുവെ അഗ്നിയാണ്. അവരുടെ ഉള്ളിലൊരു ശുദ്ധമായ ഫയർ ഉണ്ട്. നിങ്ങൾ ഡിസ്ട്രോയ് ചെയ്യണ ഒരു ഫയർ അല്ല, ശുദ്ധീകരിക്കണ ഒരു ഫയർ തന്നെയാണ്. നേരായ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. കള്ളം, നാടകം, കളവ് ഇതൊന്നും നിങ്ങൾ സഹിക്കില്ല. ശരിയെന്ന് തോന്നിയത് എങ്കിൽ ആരെയും പേടിക്കാതെ തന്നെ പറയുകയും ചെയ്യും. തെറ്റായ വഴിയിൽ പോകാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്യാൻ എന്തായാലും പറ്റുകയുമില്ല. ആ തെറ്റായ വഴിക്ക് നിങ്ങളങ്ങനെ പോവുകയുമില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലപ്പോഴും തനിച്ചാകുന്ന ഒരു നക്ഷത്രമാണ് നിങ്ങളുടെ ചിന്താഗതി എങ്ങനെയാ വെച്ചാൽ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കും. ഒരുപാട് സംസാരിക്കില്ല. പക്ഷേ സ്ത്രീകളാണെങ്കിൽ പൊതുവെ ഒരുപാട് സംസാരിക്കാറുണ്ട്. ഉള്ളിലെല്ലാം അടക്കി വെക്കും. ഇമോഷണൽ പെയിൻ പോലും സൈലൻസ് ആയിട്ട് സഹിക്കും. സ്ട്രോങ് ആയി തോന്നുമെങ്കിലും അകത്ത് വളരെ സെൻസിറ്റീവാണ്. പ്രണയമായാലും റിലേഷൻഷിപ്പിലായാലും എപ്പോഴും സ്ലോ ആയിട്ടേ തുടങ്ങുള്ളൂ. വൺസ് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായാൽ 100% ലോയലായിരിക്കും. ക്യാഷ് ലവ്, ചീറ്റിങ്, ഡബിൾ ഗെയിം ഒന്നും നിങ്ങൾക്ക് ഇമ്പോസിബിൾ ആയിരിക്കും നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട്. ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവനെ അല്ലെങ്കിൽ അവളെ ലൈഫ് ലോങ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. പക്ഷേ ട്രസ്റ്റ് ബ്രേക്ക് ആയാൽ, ഒരിക്കൽ ഹേർട്ടായാൽ പിന്നെ ഇമോഷണൽ ഡോറ് അത് പെർമനൻ്റ്ലി നിങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ചാൻസ് നിങ്ങൾ ആർക്കും കൊടുക്കില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൊതുവേ ഫെയിലാകാറുണ്ട്. എന്താ വെച്ചാൽ ഓവർ ഹോണസ്റ്റിയാണ്, ഓവർ എക്സ്പെക്റ്റേഷനാണ്. പാർട്ട്ണറെ ഐഡിയലൈസ് ചെയ്യണ സ്വഭാവം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. ഞാൻ ഇത്ര സിൻസിയർ ആണെങ്കിൽ നീയും ആകണം എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങളെ നന്നായിട്ട് ഉപയോഗിക്കാനും കഴിയും. 2025 ഡിസംബറിൽ നിങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയാകില്ല എന്നൊരു റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ടാവും. ചില ആളുകളെക്കുറിച്ച് ഇല്യൂഷൻ നിങ്ങൾ കുറേ കരുതി വെച്ചത് അതെല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. ഇമോഷണലി ലോൺലി ഫീൽ ചെയ്ത സമയമായിരുന്നു. അത് ഒറ്റപ്പെട്ട ഒരു സമയം തന്നെയായിരുന്നു. കരിയറിലും ജോബിലും ഡിലേ ഉണ്ടായി, കൺഫ്യൂഷൻ, എല്ലാം ഒരു കാത്തിരിക്കേണ്ട ഒരു ടൈപ്പായി. അതുകൊണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു പോകാനും സാധ്യതയുണ്ടായി. എല്ലാത്തിൽ നിന്നും റെസ്പോൺസ് കിട്ടാനും വൈകി. ബോസിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ സീനിയറിൻ്റെ അടുത്തുനിന്നോ ടെൻഷൻ അല്ലെങ്കിൽ ഒരു സൈലൻ്റ് ബേസ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ പൈസ വന്നെങ്കിലും നിൽക്കാതെ പോയ ഒരു മാസമായിരുന്നു. കാരണം അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ്, സേവിങ്സ് പ്ലാന് ഫെയിലായി പോയി. അങ്ങനെ ഒരു ഫീല് നിങ്ങൾക്ക് എന്തായാലും ചെയ്തിരിക്കും. പ്രണയത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഓൾഡ് കണക്ഷൻ വീണ്ടും മൈൻഡിൽ വന്നിട്ടുണ്ടാവും. അതിങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടാവും. റീപ്ലേയും വൈകി. എന്നാൽ ചില സമയത്ത് അപ്രത്യക്ഷനായി, മിക്സഡായിട്ട് സിഗ്നൽസ് ഉണ്ടായി. ഞാൻ എന്താ മാത്രം ഇങ്ങനെ എഫേർട്ട് ഇടണം എന്നൊരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലുണ്ടായിട്ടുണ്ടാവും. 2026 ജനുവരിയിൽ അങ്ങനെ ആയിരിക്കില്ല. കുറച്ച് ടേൺ അറൗണ്ട് ആയിരിക്കും. ഈ ചിന്താശേഷി, അതായത് ഓവർ തിങ്കിങ് നിങ്ങൾക്ക് എന്തായാലും ഒന്ന് കുറയും. ഡിസിഷൻ മേക്കിംഗ് കുറച്ച് സ്ട്രോങ് ആവും. ഇത് മതി എന്നൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് എന്തായാലും വരും. കരിയർ ആണെങ്കിലും ജോബാണെങ്കിലും കുറച്ചും കൂടി വർക്ക് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വർക്ക് അവർ തരികയാണ്, റോള് തരികയാണ്. ഗവൺമെൻറ്, സെമി ഗവൺമെൻറ്, അതോറിറ്റി റിലേറ്റഡ് കാര്യങ്ങളിലൊക്കെ കുറച്ച് മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവും. ജോലി പോവാനോ അല്ലെങ്കിൽ വർക്കിംഗ് പ്ലേസ് ചേഞ്ച് ആവാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി റോള് ഷിഫ്റ്റ് ആവാനോ സാധ്യത ജനുവരിയിൽ കാണുന്നുണ്ട്. ജനുവരി അവസാനം നിങ്ങളുടെ ഡയറക്ഷൻ ക്ലിയർ ആവും. ഫൈനാൻസ് നോക്കുകയാണെങ്കിൽ ജനുവരി പകുതി മുതൽ പൈസ കുറച്ചൊക്കെ വന്നു തുടങ്ങും. കടമെല്ലാം തിരിച്ച് കിട്ടാൻ സാധ്യത കാണുന്നുണ്ട്. ചെറിയൊരു റിലീഫ് ഉണ്ടാവും, വളരെ ചെറിയൊരു റിലീഫാണ്. ലോൺ എടുക്കരുത്, ഇമോഷണൽ സ്പെൻഡിങ് ഒഴിവാക്കണം. കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പ്രണയത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും സൈലൻസ് ബ്രേക്ക് ചെയ്യണ ഒരു മെസ്സേജ് ഉണ്ടാവും. ഒരു സൈഡ് മാത്രമേ എഫേർട്ട് ഇടുന്നത് നിങ്ങൾ എന്തായാലും കട്ട് ചെയ്യും. പുതിയൊരു പേഴ്സൺ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ബൗണ്ടറീസ് സ്ട്രോങ് ആവണം. എന്നാൽ അത് സെറ്റ് ചെയ്യുകയും വേണം. ഫാമിലി പരമായിട്ട് നോക്കുകയാണെങ്കിൽ വീട്ടിൽ കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ ഉണ്ടാവും. ഏറ്റവും മൂത്ത ആളുടെ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറിയൊരു ആർഗ്യുമെൻ്റ് ഒക്കെ എന്തായാലും ഉണ്ടാവും. പക്ഷേ ക്വൈറ്റ്ലി സേഫ് ആവുകയും സെറ്റിൽ ആവുകയും ചെയ്യും. നിൻ്റെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയണ ഒരു മാസമാണ് ജനുവരി. വീക്ക്നെസ് അല്ല, അതൊരു സ്ട്രെങ്ത്താണ്. ആരെയും ചേസ് ചെയ്യേണ്ട ടൈം അല്ല എന്ന് മനസ്സിലാക്കും. നിങ്ങളുടെ കാര്യത്തിലൊന്ന് ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെ ഫോക്കസ് ചെയ്യുകയും ചെയ്യും.